Hello friends, welcome back. It's me out here, RG Tech Media YouTube channel. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താവുന്ന 3 ഗെയിമിംഗ് ആപ്പ് ഫോക്സിൻ്റെ യുറാനിയം, പ്ലാറ്റിനം ആൻഡ് ടൈറ്റാനിയം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് അങ്ങനെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഫോക്സിൻ്റെ യുറാനിയം സീരീസിലുള്ള ക്യാബിനറ്റാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് അൺബോക്സിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോക്സിൻ യുറാനിയത്തിൻ്റെ ഒരു പവറെല്ലാം കണക്ട് ചെയ്തല്ല ഫാൻ എന്ന അടിപൊളി ലുക്കായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷ്വലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് പാനലെന്ന് പറയുമ്പോൾ ടെമ്പേർഡ് ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ അൺബോക്സ് ചെയ്ത ആൻടെക്കിൻ്റെ ക്യാബിനറ്റ് മൊത്തം അക്രിലിക് പാനലാണെങ്കിൽ ഇവിടെ നമുക്ക് വരുന്നത് കണ്ടായി ടെമ്പേർഡ് ഗ്ലാസ് ആണ്. അപ്പം ഹാൻഡിലിട്ടത് കെയർ ടെമ്പേർഡ് ഗ്ലാസ് ആണ്. പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് തുറന്ന് നോക്കണമെന്ന് പേടിയുടെ തുറന്ന് നോക്കാൻ വേണമെങ്കിൽ തുറന്ന് നോക്കാം. നമ്മൾ തുറന്ന് നോക്കുന്നില്ല, അല്ലാതെ തന്നെ പറയുകയാണ്. നമുക്കിവിടെ വരുന്നത് കണ്ട കാഴ്ച മൊത്തം ഒരു ബ്ലൂയിഷ് എഫക്റ്റ് ഉള്ള ഒരു അടിപൊളി അഗ്രസീവ് ലുക്കുള്ള ഒരു ഗെയിമിംഗ് ക്യാബിനറ്റാണ്. പക്ഷേ ഭയങ്കര ചെറുതാണ്. സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ചെറുതും അതുപോലെ തന്നെ നല്ല എല്ലാ സാധനങ്ങളും അകത്ത് വെച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ ബഡ്ജറ്റിനകത്ത് വരുന്ന ഒരു അടിപൊളി വിഷയം ഗെയിമിംഗ് ക്യാബിനറ്റാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ട പോലെ തന്നെ ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ SMBSന് വേണ്ടി ഒരു പ്രത്യേക ഡെഡിക്കേറ്റഡ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വിഷയം ഗൈസ്, ഇതിൽ നമുക്ക് ഹാർഡ് ഡിസ്കിന് വേണ്ടി ഒരു പ്രത്യേക ഒരു ഡെഡിക്കേറ്റഡ് സ്ലോട്ടും അതുപോലെ തന്നെ അതിൻ്റെ മൗണ്ടും ഇതിലൂടെ കിട്ടുന്നതാണ്. നമുക്ക് ഹാർഡ് ഡിസ്ക് ഈസി ആയിട്ട് ഇജക്റ്റ് ചെയ്യാനും മൗണ്ട് ചെയ്യാനും ബാക്കിൽ നല്ലൊരു സ്ഥലം കിട്ടുന്നുണ്ട്. പിന്നെ കേബിൾ മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേബിൾ മാനേജിൻ്റെ സ്പേസ് നല്ലൊരു സ്പേസ് കേബിൾ മാനേജിനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ സൈഡിൽ ഇപ്പം പവറിലേക്ക് വേണ്ടി കൊടുത്തത് SMBS കൊടുത്തിരിക്കുന്ന ബാക്കിൽ കാണാൻ പറ്റുന്നത് പവർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു നടക്കേണ്ട കേസ് 120mm ബ്ലൂ കളർ എഫക്റ്റിംഗ് ഉള്ള 1, 2, 3, 4 എൻ്റെ മോനെ 4 കേസാണ്, 4 ഫാൻ, അടിപൊളി ഫാനാണ് 4 വന്നിട്ടുള്ളത്. ഒരു സ്റ്റാൻഡേർഡ് ലുക്കും അതുപോലെ തന്നെ വിഷ്വൽ ലുക്കും ക്യാബിൻ്റെ ഭാഗത്ത് നിന്ന് തരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഗൈസ്, നമുക്ക് കണ്ട ഗൈസ് ഫാനിൻ്റെ ഒരു പകുതി ഇപ്പം ഈ ഫാൻ കണ്ട ഗൈസ് ഒരു നീല കളർ കാണാൻ പറ്റുന്ന മെഷുണ്ട്. അതിൽ കണ്ട ഗൈസ് ഒരു ഒളിഞ്ഞു നോട്ടം പോലത്തെ ഒരു ഫാനിൻ്റെ ലുക്കുണ്ട് ഗൈസ്. പിന്നെ ഒരു കാർബൺ ഫൈബർ ഫിനിഷുള്ള ഒരു പ്ലാസ്റ്റിക്കാണ് ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അടിപൊളി ലുക്കാണ് ഗൈസ്. പിന്നെ ഇത് കണ്ട ഗൈസ്, പിന്നെ ഫ്രണ്ടിൽ പവർ കണക്ടറും പിന്നെ റീസെറ്റ് ബട്ടണും ഒരു USB 3.0 ഹെഡറും 2 USB 2.0 ഹെഡറും പിന്നെ നമ്മളെ ഓഡിയോ കണക്ഷൻസും വന്നിട്ടുണ്ട്. അതും ഒരു അന്യം വിഷയം ലുക്കാണ് ഗൈസ്. സൂപ്പർ ലുക്കൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ മുകളിൽ നല്ല വലിയൊരു മാഗ്നറ്റിക് മെഷീനാണ് വന്നിട്ടുള്ളത്. പൊടി കറികൾ ഡസ്റ്റ് ക്യാപ്പൊക്കെ വന്നിട്ടുണ്ട്. കണ്ടാഴ്ച 2 ഫാൻ മൗണ്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ നല്ല എയർ ഫ്ലോ ഉള്ള കേസാണ്. കാരണം ഇപ്പം ഇത് ആദ്യമേ സ്റ്റോക്ക് ചെയ്യുന്ന നമുക്ക് 4 ഫാൻ വരുന്നുണ്ട്. അപ്പം നല്ലൊരു എയർ ഫ്ലോ വരുന്നുള്ള കേസാണ്. SMBS ഒക്കെ താഴെ വെച്ച് മൗണ്ട് ചെയ്യാം. നല്ല ഒരു കാണാൻ ഒരു ഭംഗിയുണ്ട്. ഇവിടെയും ഫാൻ മൗണ്ട് ചെയ്യാൻ നല്ല കാര്യം. ഈ ഒരു പോർഷൻ്റെ കൈ കാണാമോ? ഈ 2 പോർഷനിലും നമുക്ക് ഫാൻ മൗണ്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് കേബിൾ മാനേജ്മെൻറ്റ് ചെയ്യാം. പിന്നെ കേബിൾസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. നല്ല മൗണ്ടിങ് ആക്സസറീസ് ഒക്കെ നല്ല ഫ്രീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു ഗെയിമിംഗ് ക്യാബിൻ്റെ വില എന്ന് പറയുമ്പോൾ 2800 രൂപയാണ് ഈ സ്മാർട്ട് ടെക്കിലെ വില വരുന്നത്. അതേസമയം ആമസോണിലും അതിൻ്റെ MRP എന്നൊക്കെ പറയുമ്പോൾ 6000 രൂപയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സ്മാർട്ട് ടെക്ക് എന്ന് പറഞ്ഞാൽ ചീപ്പായിട്ട് എടുക്കാൻ പറ്റുന്ന ലെവലാണ്. ഇനി 2 കേസിന് അൺബോക്സ് ചെയ്യേണ്ടത്. നമുക്കിനി ആ കേസിന് അൺബോക്സിന് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫോക്സിൻ്റെ തന്നെ ടൈറ്റാനിയം സീരീസാണ്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ അൺബോക്സിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ഫോക്സിൻ്റെ ടൈറ്റാനിയം ഗെയിമിംഗ് ക്യാബിനറ്റ്. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടെമ്പേർഡ് ഗ്ലാസ് ആണ് ഗൈസ്. അപ്പം ഹാൻഡിൽ വിത്ത് കെയർ. പിന്നെ ഇതിൽ പ്രത്യേകം എന്ന് പറയുമ്പോൾ ഗൈസ്, ഇത് കണ്ട ഗൈസ് നമുക്കൊരു ഓട്ടോമാറ്റിക് ആയിട്ടൊരു RGB ഫാനാണ് ഗൈസ്. ഇത് കളർ ഓട്ടോമാറ്റിക് ടൈം ബൈ ടൈം മാറിക്കൊണ്ടിരിക്കും. കണ്ടത് പിങ്കായി, നേരത്തെ ഒരു ബ്ലൂഷ് കളറാണ് പിങ്കായി. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് ഇതാണ് ഒരു ലൈൻ കളർ വൈസ് ആ ഒരു LED സ്ട്രിപ്പും കൂടെ ഉണ്ട്. അതും നല്ലൊരു അഗ്രസീവ് ലുക്ക് വരുന്നുണ്ട്. പിന്നെ മുകളിലാണ് ഹെഡേഴ്സ് ഒക്കെ വരുന്നത്. ഫ്രണ്ട് നല്ലൊരു വലിയൊരു ഇൻടേക്കാണ് വന്നിട്ടുള്ളത്. നല്ല ചെറിയ ഇൻടേക്കാണ്, വലിയ ഇൻടേക്ക് വന്നിട്ടുണ്ട്. ഫോക്സിന് ബ്രാൻഡിങ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ മുകളിൽ കണ്ട അതുപോലെ തന്നെ എല്ലാ ക്യാബിനറ്റിലും ഒരു മാഗ്നറ്റിക് മെഷ് ഉണ്ട്. ഇവിടെ ഇതിലുമുണ്ട്. പിന്നെ പറയുകയാണ് ഗൈസ്, നമുക്കിവിടെ ഒരു പ്രത്യേക ട്രേ ഉണ്ട്. SMBSന് വേണ്ടി പ്രത്യേക ഒരു ട്രേ ഉണ്ട്.
പിന്നെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസബിൾ ചെയ്യാൻ പറ്റുന്ന 3 ഫാൻ ആഡ് ഓൺ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ഹോൾ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഫാൻ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിലും ഹാർഡ് ഡിസ്കിനും SSDക്കും വേണ്ടി പ്രത്യേക മൗണ്ട് ഉണ്ട്, താഴെ ട്രേ ഉണ്ട്. പിന്നെ കേബിൾ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കര ഇതാണ്, സ്ലീക്കാണ്, ഭയങ്കര സ്ലിമ്മാണ് ക്യാബിനറ്റ്. പിന്നെ നല്ലൊരു എയർ ഫ്ലോ ഉള്ളൊരു ക്യാബിനറ്റാണ് കണ്ടാൽ. പിന്നെ ഇവിടെ ഗ്രാഫിക്സ് കാർഡ് വയ്ക്കുന്ന നല്ലൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. ടെമ്പർ ഗ്ലാസ്സൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല അഗ്രസീവ് ലുക്കൊക്കെ ഉണ്ട്. ഇതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗെയിമിംഗ് ക്യാബിനറ്റാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു ഗെയിമിംഗ് ക്യാബിൻ്റെ വില വരുന്നത് 2700 രൂപയാണ് വരുന്നത്. നല്ലൊരു എയർ ഫ്ലോ ഉള്ള ഒരു ഗെയിമിംഗ് ക്യാബിനാണ് ഗൈസ്. അപ്പോൾ 2700 രൂപയ്ക്ക് നല്ലൊരു അടിപൊളി ഗെയിമിംഗ് ക്യാബിൻ്റെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഗെയിമിംഗ് ക്യാബിൻ എടുക്കാവുന്നേ ഉള്ളൂ. ഈ ഗെയിമിംഗ് ക്യാബിൻ്റെ വില നമുക്ക് ഇവിടെ സ്മാർട്ട് ടെക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് 2700 രൂപ. അതുപോലെ തന്നെ ആമസോണിൽ 6000 രൂപയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫോക്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഈ ക്യാബിനറ്റ് ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. പക്ഷേ ഇവിടെ സ്മാർട്ട് ടെക്കിൽ ഈ സാധനം ഉണ്ട്, നിങ്ങൾക്ക് ആർക്കും എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നെക്സ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഫോക്സിൻ്റെ പ്ലാറ്റിനം എഡീഷനാണ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോക്സിൻ്റെ പ്ലാറ്റിനം സീരീസ് ഗെയിമിംഗ് ക്യാബിനറ്റാണ്. അപ്പോൾ ഇതും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 3 ഗെയിമിംഗ് ക്യാബിനറ്റും ഞാൻ പറഞ്ഞത് തന്നെ ഗൈസ് ടെമ്പേർഡ് ഗ്ലാസ് ആണ് ഗൈസ്. വിഷയം ടെമ്പേർഡ് ഗ്ലാസ്സൊക്കെയാണ് വന്നിരിക്കുന്ന സൂപ്പർ ക്യാബിനറ്റാണ്. ഇതിപ്പോൾ മാസീവ് ലുക്കാണ് ഗൈസ്. ഇത്രയും നമ്മൾ വന്നപ്പോൾ എല്ലാം സിംഗിൾ ലൈറ്റ് ഫാനാണ്. പക്ഷേ ഇവിടെ നമുക്ക് കണ്ട ഗൈസ് ARGB അടിപൊളി മെസ് ബോയ് ഫാനാണ് ഗൈസ്. ഫാൻ അടിപൊളി ഫാനാണ്. നിങ്ങൾ ഫ്രണ്ട് കണ്ട ഗൈസ്, ഫ്രണ്ട് ഒരു എക്സ്ട്രീം ലുക്ക് എന്ന് പറയാൻ ഗൈസ് 3 RGB സ്ട്രിപ്പ് ഉണ്ട് ഗൈസ്. 3 അടിപൊളി മാസീവ് ലുക്കാണ് ഫ്രണ്ടിൽ നിന്നൊക്കെ തരുന്നത്. ഒരു കൊലമാസ് ലുക്ക് എന്ന് പറയാം. അത്ര വിഷയം ക്യാബിനാണ് ഗൈസ്. പക്ഷേ ഭയങ്കര ചീപ്പാണ് ഈ ക്യാബിനറ്റ്, ഭയങ്കര വില കുറവാണ്. ബിൽഡ് ക്വാളിറ്റിയൊക്കെ നല്ല ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി ടെമ്പേർഡ് ഗ്ലാസ്സൊക്കെയാണ് ഗൈസ്. ബഡ്ജറ്റിൽ ടെമ്പേർഡ് ഗ്ലാസ്സുകൾ ഏറ്റവും നല്ല ക്യാബിനറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യും. കാരണം അത്രയും സൂപ്പർ ക്യാബിനറ്റാണ് ഫോക്സിൻ്റെ പ്ലാറ്റിനം ക്യാബിനറ്റ്. പിന്നെ എടുത്ത് പറയുന്ന കാര്യം ഗൈസ്, നമുക്കിവിടെ കണ്ട നേരത്തെ പറഞ്ഞ പോലെ തന്നെ SMBS വയ്ക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്തിനുണ്ട്. അതുപോലെ തന്നെ ഇതിനും ഹാർഡ് ഡിസ്ക് മൗണ്ട് ചെയ്യാനുള്ള ഹാർഡ് ഡിസ്ക് ട്രേയും സാധനങ്ങളൊക്കെ ആക്സസറീസ് വന്നിട്ടുണ്ട്. ഹാർഡ് ഡിസ്കിന് വേണ്ടി പ്രത്യേക ഡെഡിക്കേറ്റഡ് സ്ലോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതിനും നമുക്ക് മൈക്രോ എറ്റിക്സ് മിനി എറ്റിക്സ് ബോർഡൊക്കെ വയ്ക്കാൻ പറ്റുന്നതാണ്. നല്ല ഒരു കംഫർട്ടൊക്കെ വയ്ക്കുന്നുണ്ട്. ഗ്രാഫിക്സ് കാർഡൊക്കെ എല്ലാം വയ്ക്കാൻ പറ്റും. ഒരുവിധം അത്യാവശ്യം നല്ല ഡീസൻറ്റ് ബിൽഡ് ക്വാളിറ്റിക്കാണ് കേസ് വരുന്നത്. ഇതിലും എല്ലാ 3 ക്യാബിനറ്റിലും മാഗ്നറ്റിക് മെഷൊക്കെ ഉണ്ട്, നല്ലതാണ്. അപ്പം എയർ പൊടി അങ്ങനെ അധികം കയറില്ല, മുകളിൽ കൂടെ ഒന്നും പൊടി കയറില്ല. നല്ല എയർ ഫ്ലോ ഉള്ള ക്യാബിനറ്റാണ്. ഫ്രണ്ടിൽ നമുക്ക് വേണമെങ്കിൽ 3 ഫാൻ വയ്ക്കാം. ഫാൻ വന്നിട്ടില്ല. നമുക്ക് ആഡ് ഓൺ ആക്സസറി ആയിട്ട് 3 ഇവിടെ വയ്ക്കാൻ പറ്റുന്നതാണ്. 1, 2, 3 ഫാൻ വയ്ക്കാൻ പറ്റുന്നതാണ്. ബാക്കിൽ ഒരു ഫാന് സ്റ്റോക്കായിട്ട് വരുന്നുണ്ട്. RGB ഫാൻ ബാക്കിൽ സ്റ്റോക്കായിട്ട് വരുന്നുണ്ട്. മുകളിലും 2 ഫാൻ മൗണ്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ വേണമെങ്കിലും 2 ഫാൻ മൗണ്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഹാർഡ് ഡിസ്ക് വയ്ക്കാൻ വേണ്ടി പ്രത്യേക സ്ലോട്ട്, SSDക്ക് വേണ്ടി പ്രത്യേക സ്ലോട്ട്, അങ്ങനെ ഡെഡിക്കേറ്റഡ് സ്ലോട്ട്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ LED കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് LED കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നേ ഉള്ളൂ. കണ്ട പല പാറ്റേൺ ഇവിടെ കസ്റ്റമൈസബിൾ ബട്ടൺ ഉണ്ട്. അങ്ങനെ കളർ മാറ്റിയിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്യാബിനറ്റാണ്. ഈ ഒരു ക്യാബിനറ്റ് നമുക്ക് ഇവിടെ സ്മാർട്ട് ടെക്കിൽ അവൈലബിൾ ഉള്ള വെറും 2700 രൂപയ്ക്കാണ് ഈ ക്യാബിനറ്റ് സ്മാർട്ട് ടെക്കിൽ അവൈലബിൾ ഉള്ളത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഫോക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളതും അതുപോലെ തന്നെ ആമസോൺ പ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് ഒരു 3000 സംതിങ് തൊട്ട് 5000 വരെയാണ്. ആമസോണിലൊക്കെ ഇത് നമ്മൾ 4000 രൂപയ്ക്കാണ്. ചിലയിടത്ത് 3000 രൂപയേ ഉള്ളൂ, ചിലയിടത്ത്. പിന്നെ നമുക്കിവിടെ ഫോക്സിൻ്റെ ഒഫീഷ്യൽ സൈഡിൽ 5000 രൂപയാണ് കാണിക്കുന്നത്. 4499 രൂപയ്ക്കും അതുപോലെ തന്നെ 5000 രൂപയ്ക്കാണ് 2 സ്പെക്കാണുള്ളത്. അങ്ങനെ നല്ല ക്യാബിനറ്റാണ് ഗൈസ് ഇത്.